എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, രാത്രിയിലെ ഡിന്നറിനും ഇത് തന്നെ മതി. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുട്ടയും കുറച്ച് വെജിറ്റബിൾസും ഗോതമ്പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ അംഗങ്ങളനുസരിച്ച് പൊടിയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ കറക്ക് അത്ര മതി. അപ്പോഴേക്കും നമ്മുടെ ഈ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ കിട്ടണം. അപ്പോൾ ഒരുപാട് ലൂസിലല്ല കേട്ടോ, കുറച്ച് കട്ടിയായിട്ട് എന്നാൽ ഒഴിച്ച് പരത്താൻ പാകത്തിനുള്ള മാവാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കയ്യിലുള്ള പോലെ വെജീസൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ടൊമാറ്റോയുടെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില, എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കടിക്കുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ എരിവ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വെജീസ് എല്ലാം ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. 3-4 വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അത് കയ്യിലുണ്ടെങ്കിൽ മതി, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണമെങ്കിൽ ചുവന്ന മുളക് ഇടിച്ചതുണ്ടല്ലോ അതുകൂടി ചേർത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പെപ്പർ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. അപ്പോൾ അടി പിടിക്കാത്ത ഏതെങ്കിലും ഒരു പാനാണ് കേട്ടോ എപ്പോഴും നല്ലത്. എന്നിട്ട് എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്. 2 തവി മാവ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അത്ര നൈസാക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കട്ടി തന്നെ പരത്തിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് 2 വശം തിരിച്ച് മറിച്ച് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. 2 വശം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് ദോശ. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് ഇരിപ്പുണ്ടെങ്കിൽ ചപ്പാത്തി ചുട്ടിട്ട് ഇതേ രീതിയിൽ റോളാക്കി എടുത്താൽ മതി. എനിക്ക് മടിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഗോതമ്പ് ദോശ പോലെ ആക്കിയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഈസിയാണല്ലോ. അപ്പോൾ ഇനി അതേ പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നമ്മുടെ ദോശയുടെ ആ ഗോതമ്പ് ദോശയുടെ ആ വലുപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മീതയിലേക്ക് ഈ ദോശ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ഒരു സ്പാച്ചിലോ വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ മുട്ട അടിയിലൊന്ന് സെറ്റായി വരാനാണ്. അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് സെറ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അധികം നേരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നല്ലപോലെ സെറ്റായിട്ടിട്ട് കേട്ടോ മുട്ട. അപ്പോൾ ഇനിയിപ്പോൾ അടിഭാഗം ഒന്നും കൂടി ഒന്ന് പതുക്കെ ഒന്ന് ചൂട് കയറിയാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്ലൈസ് ചീസാണ് ഉള്ളത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നിരത്തി വെച്ചെടുക്കുന്നത്. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത ചീസാണെങ്കിലും മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരെണ്ണം മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും രാത്രിയിലത്തെ ഡിന്നറിനോ ഈവനിങ് സ്നാക്കോ എന്താണെങ്കിലും മതി. അടിപൊളിയാണ്. ചീസൊക്കെ മെൽറ്റായിട്ട് അടിപൊളിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് നല്ലൊരു വിഭവമായിട്ട് പോയിട്ട് വരാം.